നിങ്ങളുടെ കൂട്ടുകാരിൽ ആരെങ്കിലും ഉണ്ടോ വാട്സാപ്പ് സ്റ്റാറ്റസ് ഇടാത്തവർ? ഇൻസ്റ്റയിൽ ഒരു ഫോട്ടോ പോലും ഇല്ലാത്തവർ? ജന്മദിനത്തിന് പോസ്റ്റ് ഇടാത്തവർ? ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ രസകരമായ ഒരു സൈക്കോളജിക്കൽ വിഷയമാണ്. സോഷ്യൽ മീഡിയയിൽ നിന്ന് അകലെ നിൽക്കുന്ന ആളുകളുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്? ആദ്യത്തെ കാര്യം, മാനസിക സമാധാനത്തിന് അവർ വില കൊടുക്കുന്നു. നമ്മൾ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മൾ ഫോൺ എടുക്കും, എത്ര ലൈക്ക് കിട്ടി, ആരെല്ലാം കണ്ടു, കമന്റ് വന്നോ? ഇതൊരു മാനസിക സമ്മർദ്ദമാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പഠനം പറയുന്നു, സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സജീവമായ ആളുകൾക്ക് ഉത്കണ്ഠയും മാനസിക സമ്മർദ്ദവും കൂടുതലാണെന്ന്. ഫോട്ടോ പോസ്റ്റ് ചെയ്യാത്തവർ ഈ മാനസിക കെണിയിൽ നിന്ന് രക്ഷപ്പെടുന്നു. രണ്ടാമതായി, അവർ സമയത്തെ വിലമതിക്കുന്നു. ഒരു നല്ല ഫോട്ടോ എടുക്കാൻ എത്ര സമയം വേണം? 10 ഫോട്ടോ എടുക്കും, ബെസ്റ്റ് ആംഗിൾ കണ്ടുപിടിക്കും, ഫിൽറ്റർ ഇടും, ക്യാപ്ഷൻ എഴുതും, പിന്നെ എല്ലാവരുടെയും റിയാക്ഷൻ നോക്കും. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്ത ആളുകൾ ഈ സമയം എവിടെയാണ് ചെലവഴിക്കുന്നത്? പുസ്തകങ്ങൾ വായിക്കുന്നതിൽ, സ്കിൽ പഠിക്കുന്നതിൽ, കുടുംബത്തോടൊപ്പം ക്വാളിറ്റി ടൈം ചെലവഴിക്കുന്നതിൽ. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ പറയുന്നു, ശരാശരി ഒരാൾ ദിവസവും 2 മുതൽ 3 മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്നു. അത് വർഷത്തിൽ ഏകദേശം 45 ദിവസം. മൂന്നാമതായി, അവർ യഥാർത്ഥ ബന്ധങ്ങളിൽ വിശ്വസിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ 5000 ഫ്രണ്ട്സ് ഉണ്ടായിട്ട് എന്ത് കാര്യം? യഥാർത്ഥ പ്രശ്നങ്ങൾ വരുമ്പോൾ എത്ര പേർ നിങ്ങളോടൊപ്പം ഉണ്ടാകും? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ റോബിൻ ഡൻബാറിന്റെ ഗവേഷണം പറയുന്നു, ഒരു മനുഷ്യന് യഥാർത്ഥ അടുപ്പമുള്ള ബന്ധം 5 മുതൽ 15 പേരുമായി മാത്രമേ സൂക്ഷിക്കാൻ കഴിയൂ. ഫോട്ടോ പോസ്റ്റ് ചെയ്യാത്തവർ 1000 ആളുകളുടെ സപ്പോർട്ടിനേക്കാൾ 10 യഥാർത്ഥ സുഹൃത്തുക്കളുടെ സാന്നിധ്യമാണ് ഇഷ്ടപ്പെടുന്നത്. നാലാമതായി, അവർ താരതമ്യങ്ങളിൽ നിന്ന് മുക്തരാണ്. സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ അപകടം എന്താണ്? നമ്മൾ മറ്റുള്ളവരുടെ ബെസ്റ്റ് മൊമെന്റ്സുമായി നമ്മുടെ സാധാരണ ജീവിതത്തെ താരതമ്യം ചെയ്യുന്നു. ആരെങ്കിലും ദുബായിൽ വെക്കേഷനിൽ പോയ ഫോട്ടോ കണ്ടാൽ നമ്മൾ നമ്മുടെ ജോലിയെ ചോദ്യം ചെയ്യും. ആരെങ്കിലും പുതിയ കാർ വാങ്ങിയ പോസ്റ്റ് കണ്ടാൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി വിഷമമാകും. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പഠനം പറയുന്നു, സോഷ്യൽ മീഡിയ എക്സ്പോഷർ കൂടുന്തോറും ആത്മാഭിമാനം കുറയുന്നു. ഫോട്ടോ പോസ്റ്റ് ചെയ്യാത്തവർ ഈ മാനസിക ഗെയിമിൽ പങ്കെടുക്കുന്നില്ല. അഞ്ചാമതായി, അവർക്ക് സ്വയം മതി. നമ്മളിൽ പലരും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ ഒരു നല്ല ജീവിതം നയിക്കുന്നുവെന്ന് മറ്റുള്ളവർക്ക് തെളിയിക്കാൻ, നമ്മൾ വിജയിച്ചുവെന്ന് കാണിക്കാൻ. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്തവർക്ക് ഈ തെളിയിക്കൽ ആവശ്യമില്ല. അവർക്കറിയാം, യഥാർത്ഥ വിജയം ലൈക്കുകളിലല്ല, സാധ്യതകളിലാണ്. സ്വീഡനിലെ ഗോതൻബർഗ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പഠനം കണ്ടെത്തി, സോഷ്യൽ മീഡിയയിൽ കുറവായി ആക്റ്റീവായവർക്ക് ജീവിത സംതൃപ്തി കൂടുതലാണെന്ന്. സുഹൃത്തുക്കളെ, ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതോ ചെയ്യാത്തതോ തെറ്റല്ല. എന്നാൽ ഒരു കാര്യം നമുക്ക് പഠിക്കാം, യഥാർത്ഥ ജീവിതം സോഷ്യൽ മീഡിയയിലല്ല, അതിനു പുറത്താണ്. നിങ്ങൾ എന്തിനാണ് പോസ്റ്റ് ചെയ്യുന്നത്? സന്തോഷം പങ്കുവയ്ക്കാനോ, അംഗീകാരം തേടാനോ? നിങ്ങളുടെ ആത്മവിശ്വാസം ലൈക്കുകളിലാണോ, അതോ സ്വയം വിശ്വാസത്തിലാണോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തുക. ഇത്തരം സൈക്കോളജി വിഷയങ്ങൾ കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം ഇവിടെ നമ്മൾ കാണുന്നത് മനുഷ്യ മനസ്സിന്റെ രഹസ്യങ്ങളാണ്, സോഷ്യൽ മീഡിയ ട്രെൻഡുകളല്ല.